നായന്മാരുടെ വ്യാജ ചരിത്രത്തെപ്പറ്റി നമ്മൾ വിശാലമായി പറയുമ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമാണ് ഈ ക്ഷേത്രങ്ങൾ മുഴുവൻ നായന്മാരുടേതാണ്. കേരളത്തിലെ ഒരു പ്രശസ്ത രാഷ്ട്രീയ നേതാവും മുൻ മന്ത്രിയുമൊക്കെ ആയിരുന്ന ഗണേഷ് കുമാർ പോലും ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരം വിളിച്ചു കൂവിയിട്ടുണ്ട്. തങ്ങളുടേതാണ് ഈ ക്ഷേത്രങ്ങൾ എന്നൊക്കെയാണ് അദ്ദേഹം പുലമ്പിയത്. നായന്മാർ എങ്ങനെയാണ് ക്ഷേത്രത്തിലേക്ക് വരുന്നത്? വെറും കാരാന്മക്കാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ എന്ന നിലയിൽ മാത്രമാണ് ഈ നായന്മാർ ഇവിടേക്ക് വരുന്നത്. ഈ നായന്മാരെ പോലെ തന്നെ പറയർ, പുലയർ, അരയർ തുടങ്ങിയിരിക്കുന്ന ധാരാളം ആളുകൾ ക്ഷേത്രത്തിന്റെ കാരാന്മയായി ജോലി ചെയ്തിട്ടുണ്ട്. കൊടിമരത്തിന് വേണ്ട കയറുണ്ടാക്കുന്ന അരയന്മാർ, നിറപുത്തിരിക്ക് വേണ്ടി നെല്ലുണ്ടാക്കുന്ന പുലയന്മാർ, കൊട്ട, വട്ടി തുടങ്ങിയവ ഉണ്ടാക്കുന്ന പറയന്മാർ, കുറവന്മാർ, ചുണ്ണാമ്പുണ്ടാക്കുന്നവർ, അങ്ങനെ ഒരുപാട് കുലങ്ങളിൽ നിന്ന് ഓരോ കുടുംബങ്ങളെ ക്ഷേത്ര കാരാന്മയ്ക്ക് വേണ്ടി എടുക്കുന്നതാണ്. കൊട്ടിയൂർ വൈശാഖ ഉത്സവത്തിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും അതിന്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള സത്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഈ വ്യാജ സമൂഹമായിരിക്കുന്ന നായന്മാർ ഇങ്ങനെയുള്ള നുണക്കഥകളൊക്കെ പ്രചരിപ്പിച്ച് പരത്തുന്നത്. നായന്മാർ പ്രചരിപ്പിക്കുന്ന മറ്റൊരു കള്ളക്കഥയാണ് തച്ചുടയ കൈമൾ. തച്ചുടയ കൈമൾ എന്ന് പറയുന്ന നായർക്ക് എന്തോ വലിയ സ്ഥാനം കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. ഏകദേശം ഒരു 200 വർഷങ്ങൾക്ക് മുമ്പ് കൈമൾമാർ നായന്മാരെ വീട്ടിൽ പോലും കയറ്റുകയുണ്ടായിരുന്നില്ല. കൈമളുമാരും നായന്മാരും തമ്മിൽ വിവാഹമുണ്ടായിരുന്നില്ല. അടിച്ച മുറ്റത്ത് പോലും ഈ നായന്മാരെ കൈമൾമാർ കയറ്റിയിരുന്നില്ല. എന്നാൽ ഇന്ന് കൈമളന്മാരെ പൂർണ്ണമായും നായന്മാർ വിഴുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ തച്ചുടയ കൈമൾക്ക് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ എപ്രകാരമാണോ അധികാരമുണ്ടായിരുന്നത് അതേപോലെ തന്നെയാണ് അമ്പലപ്പുഴ അഥവാ ചെമ്പകശ്ശേരി രാജ്യത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു അമ്പനാട്ട് പണിക്കർക്ക് ഉണ്ടായിരുന്ന സ്ഥാനം. ഈ അമ്പനാട്ട് പണിക്കർ എന്ന് പറയുന്ന ഇല്ലവ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യനെ ഇന്ന് ഈഴവ സമൂഹം മൊത്തത്തിലായി വിഴുങ്ങിയിരിക്കുകയാണ്. ഈ രണ്ട് കാര്യങ്ങൾ പോലെ തന്നെ പല പല രാജ്യങ്ങൾ ഇന്ന് കാണുന്ന കേരളത്തിൽ മുമ്പുണ്ടായിരുന്നു. ഓരോ രാജ്യത്തും ഓരോ വിഭാഗങ്ങൾക്കായിരുന്നു മുൻതൂക്കം ഉണ്ടായിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക.